ഒരു സ്വഹാബി അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 70,000 ആളുകൾ ഒരു സെക്കൻഡിൽ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകും. ഹബീബായ തങ്ങളെ എന്നെ അതിൽ ഉൾപ്പെടുത്തി തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദ്വാരണ്ടാക്കി തരണം എന്നാണോ മാന? അല്ല. ഈ കൂട്ടത്തിൽ തന്നെ സ്വർഗത്തിൽ ഹിസാബില്ലാതെ കിടക്കുന്ന 70,000 ആളുകൾ അതിൽ പ്രത്യേകമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ കഥ ഇങ്ങനെ പറയാം. റസൂല തലേന്ന് രാത്രി റസൂല കണ്ട സംഭവം പറയാണ്. അങ്ങനെ കണ്ടു. ഇതൊക്കെ എൻ്റെ ആളുകളാണ്. ആ കൂട്ടത്തിൽ 70,000 ആളുകളുണ്ട്. ആ ആളുകളെ പ്രത്യേകത എന്താ? സ്വർഗത്തിൽ ഹിസാബില്ല, ഒരു ചോദ്യം അവർക്കില്ല. പൊയ്ക്കോളൂ പൊയ്ക്കോളൂ, പെട്ടെന്ന് കടത്തിവിടുന്ന ആളുകളാണ്. ഇത് പറഞ്ഞപ്പം സഹാബത്തിന്റെ കൂട്ടത്തിൽ ഉക്കാശ എന്ന സഹാബി, പൊന്നാരി നബിയെ, യാ റസൂലല്ലാഹ് ഉദുല്ലാഹ അൻ യജഅലനി മിൻഹു, ഇന്ന ആ കൂട്ടത്തിൽ നിന്ന് ആക്കി തരങ്ങളൊന്ന് ദ്വാരനാണി നബിയേ. നല്ലൊരു സമയം റസൂലിന് സന്തോഷത്തിൽ കാര്യം പറഞ്ഞിട്ടാണ് ആ നിഷ്കളങ്കമായ ആ സഹാബിന്റെ ചോദ്യം. റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽഹു മിൻഹും, മുക്കാശന്റെ കൂട്ടത്തിലാക്കണം അല്ലാ. മതിയല്ലോ, മുക്കാശ അതിൽ പെട്ടുപോയി. ഫഅൻസ റജുലുൻ ആഖർ, അപ്പം വേറൊരാൾ സദസ്സിന് എഴുന്നേറ്റു. അല്ലാഹു റസൂലെ, അന ഇന്നും കൂടി കൂട്ടി തന്നാളി. റസൂൽ പറഞ്ഞു, സബഖക ബിഹാ ഉക്കാശ, അത് ഉക്കാശ കൊണ്ടുപോയി. ചില അവസരങ്ങളാണ്. കൂട്ടത്തിൽ നിന്ന് ആക്കി തരങ്ങളൊന്ന് ദ്വാരനാണി നബിയേ. നിങ്ങൾ ദ്വാരണ്ടാക്കി തരണം എന്നാണോ മാന? അല്ല. കൂട്ടത്തിൽ നിന്ന് ആക്കി തരങ്ങളൊന്ന് ദ്വാരനാണി നബിയേ. നിങ്ങൾ ദ്വാരണ്ടാക്കി തരണം എന്നാണോ മാന? അല്ല. എന്താണല്ലേ ഒരേ സംഭവം രണ്ടാളുകൾക്ക് രണ്ട് നിലക്ക് നിർദ്ദേശം കൊടുക്കാം. ഇങ്ങനെയുണ്ടോ മെച്ചായിക്കന്മാർ? ഇതിപ്പോൾ പറ്റിക്കാണല്ലോ. നൗഷാദിനെ നിർദ്ദേശം കൊടുത്ത് പറ്റിച്ച്. സമത് പിന്നെ ശരിക്കും യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. പറഞ്ഞ മുഴുവൻ പൊട്ടത്തരം മണ്ടത്തരമാണെങ്കിലും ഈ പറഞ്ഞത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉക്കാശ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉദുല്ലാഹ അൻ യജഅലനി മിൻഹും, നബിയെ അക്കൂട്ടത്തിൽ എന്നെ പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് തോർക്കണേ എന്ന് പറഞ്ഞു. അതാണ് സത്യം. അതേ സമയത്ത് നൗഷാദിനെ ചെയ്ത്താൻ നിർദ്ദേശം കൊടുത്താൽ എന്താ? തോർക്കാനൊന്നല്ല പറഞ്ഞത്, നേരിട്ടാണ് ചെയ്യാനേന്ന്. നിങ്ങൾ നോക്കിയാണ് നിങ്ങൾ ഇതെന്തിനാ നൗഷാദ് അങ്ങനെ പറഞ്ഞത്? നമുക്കൊക്കെ അറിയാം. അള്ളാഹുവിൻ്റെ അതൊന്നും അതിൻ്റെ ആവശ്യമില്ല. നബിതങ്ങൾ എന്നാണ് സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. നേരിട്ട് നബിതങ്ങൾ തന്നെയാണ് ചെയ്യാണ്. ഇടപെടലോ അല്ലെങ്കിൽ നബിതങ്ങൾ ദ്വാരന്നിട്ടോ അങ്ങനൊന്നുമല്ല, നേരിട്ടാണ് ചെയ്യാമെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. നോക്കിയാണ് നിങ്ങൾ ദ്വാരന്നുണ്ടാക്കി തരാനൊന്നും അല്ല പറഞ്ഞത്. ശരിക്കും വിഭാഗത്തിന് ഈ മറ്റേ സമതാണ് വായിച്ചോട് കൂടി പെട്ടില്ലേ. അപ്പോൾ ഹക്കായ മശായിഖന്മാരിൽ നിന്നല്ല ഈ രണ്ടെണ്ണത്തിന് ഈ കുറുട്ടൂരുകൾക്കൊന്നും നിർദ്ദേശം കിട്ടണേ. ചെയ്ത്താമാർ പറ്റിക്കാണെന്ന്. അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്. മഹാനായ ഗൗസുൽ-ആസം അഷ്ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകളെ ഇബ്ലീസ് പറ്റിക്കാനായിട്ട് വന്നില്ലേ. ഷെയ്ഖ് ജീലാനി തങ്ങൾ ആട്ടി ഓടിച്ചിക്കല്ലേ. ഇത് ചെയ്ത്താൻ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിച്ചങ്ങൾക്ക് ഇത് അറിയണില്ല, പെട്ടുപോവാണ്. ഹക്കായ ത്വരീഖത്തിലേക്ക് ചേരാൻ വേണ്ടിയൊക്കെ കൂടി തന്നെ കയറാം. പക്ഷേ ചെയ്ത്താൻ ഈ പറ്റിക്കണം കൂടി വേണ്ട മനസ്സിലാക്കുക. അതറിയില്ല. ഇത് ചെയ്ത്താൻ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുകയാണ് ഈ ഒരൊറ്റ ഉദാഹരണം പോലെ ഇവരുടെ മശായിഖന്മാർ, ഹക്കായ മശായിഖന്മാരെല്ലാം തിരിയാൻ. കാരണം ഇവരെന്നെ പറയണ്ടേ, ഞങ്ങൾ മൈക്കകൾ മാത്രമാണ്, നിർദ്ദേശം കിട്ടുന്നത് മാത്രമേ ഞങ്ങൾ പറയുള്ളൂ. ഞങ്ങൾ മശായിഖന്മാരെ മുന്നിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്നതാണ് ഞങ്ങൾ പറയണത്, അല്ലാതെ ഞങ്ങൾ യോഗം കൂടി തീരുമാനിച്ച് പറയില്ല എന്നൊക്കെ ഇവർ പറഞ്ഞല്ലേ. അപ്പോൾ പിന്നെ ഈ രണ്ടാളുകൾക്ക് ഒരേ സംഭവം എങ്ങനെ രണ്ട് നിലക്ക് കിട്ടി? രണ്ടും എത്ര വൈരുദ്ധ്യമാണ്. ഒരാൾ പറഞ്ഞ് ദ്വാരന്നുണ്ടാക്കി തരാനല്ല പറഞ്ഞതെന്ന്. സമത കിതാബ് നോക്കി വായിച്ചത് ഉദുല്ലാഹ അൻ യജഅലനി മിൻഹും കണ്ടില്ലേ, ദ്വാരക്കാനാ പറഞ്ഞത്. അപ്പം എങ്ങനെയുണ്ട്? ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്.